ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നിറം വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് സൂട്ടാകും കേട്ടോ. ഒറ്റ റിസൾട്ടിലുള്ള ഇതാണ് നിങ്ങളിത് കാണുന്നത്. എൻ്റെ രണ്ട് കൈയും തമ്മിലുള്ള ഡിഫറൻസ് അപ്ലൈ ചെയ്തതും ചെയ്യാത്തതും തമ്മിലുള്ള ഡിഫറൻസാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു പഴമാണ്. ഇതിവിടെ കിട്ടുന്ന ഒരു ഫിലിപ്പീനി എന്ന് പറയുന്ന പഴമാണ്. നാട്ടിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം എടുക്കുക കേട്ടോ. അതൊരു ചെറിയ കഷ്ണം മാത്രം മതി, ഈ ഒരു സൈസുള്ളത് മാത്രം മതി. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് ഇടുക. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള കംപ്ലീറ്റ് നിങ്ങൾ എടുക്കണം. ആ മഞ്ഞ ഒട്ടും വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ള മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ പഴവും മുട്ടയും ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 1 ടീസ്പൂണോളം അരിപ്പൊടി നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിൽ വേണം നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അധികം ലൂസായി പോകാൻ പാടില്ല കേട്ടോ. കുറച്ച് നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ പറയുക ഒരു ചായക്കടി ആക്കാമല്ലോ എന്നല്ലോ. പക്ഷേ ഇത് നിങ്ങൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡിഫറൻസ്. ഞാനിപ്പോൾ ഏതായാലും അപ്ലൈ ചെയ്ത് കാണിച്ചിട്ട് അതിൻ്റെ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ലൂസായി പോകരുത്. അപ്പോൾ ഇനി നല്ലോണം ക്ലീൻ ചെയ്ത ഫേസിലേക്ക് നമ്മളിത് നല്ലോണം മസാജ് ചെയ്ത് കൊടുത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് സർക്കുലാർ മോഷനിൽ വേണം നമ്മളിത് മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മസാജിങ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് മസാജിങ് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് നല്ലോണം തന്നെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നമ്മൾ കഴുകിക്കളിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഇത് ആഴ്ചയിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. അരിപ്പൊടി ഇട്ടത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ഇതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് ഇത് ഡെയിലി ചെയ്യാൻ പാടില്ല. ആഴ്ചയിൽ കൂടിപ്പോയാൽ 2 പ്രാവശ്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിത് ഈ നോർമൽ വെള്ളത്തിൽ ഇതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ടാണ് കഴുകിക്കളയുന്നത്. നമ്മളെപ്പോഴും കഴുകിക്കളയുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് തന്നെ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലത്തെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ആ കഴുകുന്ന സമയത്ത് തന്നെ നല്ല ബേബി സോഫ്റ്റ് സ്കിന്ന് എന്നെല്ലാം പറയില്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ആവും സ്കിന്ന്. നല്ല സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ നിറവും തിളക്കവും വരാനെല്ലാം സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലോണം കഴുകി തുടച്ച് ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴവും അരിപ്പൊടിയെല്ലാം എടുത്തിട്ട് ചെയ്താൽ മതി. അല്ലാണ്ട് വെറുതെ സാധനം വേസ്റ്റ് ചെയ്തെന്ന് പറയേണ്ട അവസ്ഥ വരരുത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജെനുവിൻ റിസൾട്ടാണ് പറയുന്നത്. നല്ല റിസൾട്ടാണ്. പഴമായാലും മുട്ടയുടെ വെള്ളയായാലും അരിപ്പൊടി ആയാലും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ചില ആൾക്കാരെല്ലാം ഒരുപാട് കളിയാക്കും. അപ്പോൾ അവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.